അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2954. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മന്ത്രിയെക്കുറിച്ചാണ്. നല്ല മന്ത്രി വേണം, അതേക്കുറിച്ച്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് നിവേദനം. ഖാലത്ത്, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറൻ, അല്ലാഹു തആല ഒരു അമീറിനെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹു താല ജനങ്ങൾക്ക് ഖൈർ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആ അമീറിൽ നിന്ന് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ജഅലഹു വസീറ സുദ്ഖിൻ, അദ്ദേഹത്തിന് ഒരു സത്യസന്ധനായ മന്ത്രിയെ അള്ളാഹു താല വെച്ചു കൊടുക്കും. അദ്ദേഹത്തിന് ലഭിക്കുന്നത് സത്യസന്ധനായ മന്ത്രിയായിരിക്കും എന്നർത്ഥം. ഇൻ നസിയ ദക്കറഹു, ആ മന്ത്രി എന്താ ചെയ്യുക? ഈ ഭരണാധികാരി അമീർ എന്തെങ്കിലും അദ്ദേഹത്തിന് മറവി സംഭവിച്ചാൽ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഇൻ ദക്കറ ആനഹു, അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ നിലക്കും ഈ അമീറിന് ഉപകാരപ്പെടുന്നയാളായിരിക്കും മന്ത്രി. മറന്നത് ഓർമ്മിപ്പിച്ചു കൊടുക്കാനും ഓർമ്മയുള്ള കാര്യം തന്നെ ചെയ്യുമ്പോൾ അവിടെ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാനും ഈ മന്ത്രി കൂടെ ഉണ്ടാകും. ഇദാ അറാദ ബിഹി ഗൈറ ദാലിക, ഈ അമീറിനെ കൊണ്ട് അള്ളാഹു താല ഖൈർ അല്ലാത്ത മറ്റെന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്നാൽ അമീറിൽ നിന്ന് അള്ളാഹു ഖൈർ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ജഅലഹു വസീറ സുഇൻ, അദ്ദേഹത്തിന് ചീത്ത മന്ത്രിയായിരിക്കും വെച്ചു കൊടുക്കുക. ഇന്നസിയ ലം യുദക്കിറുഹു, അമീർ മറന്നാൽ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കില്ല ഈ ചീത്ത മന്ത്രി, മോശപ്പെട്ട മന്ത്രിയാകുമ്പോൾ. ഇൻ ദക്കറ ലം യുഇൻഹു, ഓർമ്മ ഉണ്ടെങ്കിൽ അത് സഹായിക്കുകയുമില്ല. അപ്പോൾ ഈ മന്ത്രിയെ കൊണ്ട് ഭരണാധികാരിക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ആകയാൽ ഒരു ഭരണാധികാരി ഉഷാറാകുന്നത് മന്ത്രിയുടെ സത്യസന്ധതയും മന്ത്രിയുടെ ആ ഒരു നന്മയും അനുസരിച്ചായിരിക്കും. അപ്പം മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ, കൂടെ നിർത്തുമ്പോൾ, അത് നമ്മുടെ ഏതൊരു അധികാരത്തിലിരിക്കുന്നയാളും തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായ അസിസ്റ്റന്റുമാരെ ചുമതലപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. ഇതാണ് ഹദീസിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം. ഒരു സ്ഥാപനത്തെ നയിക്കുന്നവർ, സംഘടനയെ നയിക്കുന്നവർ, കൂടെ നിർത്തേണ്ടവർ, അസിസ്റ്റന്റുമാരായിട്ടും മറ്റുമൊക്കെ കൂടെ തിരഞ്ഞെടുക്കുന്നവർ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല മനസ്സുള്ള സത്യസന്ധരായ ആളുകളെ വേണം തിരഞ്ഞെടുക്കാൻ. എങ്കിൽ ആ പ്രവർത്തനം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹു തആല അത്തരത്തിൽ എല്ലാറ്റിലും സത്യസന്ധത പുലർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.